ഫുഡുമായി വന്ന സംഘത്തിൻ്റെ കൂടെ 2 ഫീമെയിൽ ഡോക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവർക്ക് യാൻഷിങ്ങിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്നൊക്കെ ഷിയേഷി യാൻഷിങ്ങിൻ്റെ അടുത്ത് വന്ന് അറിയിക്കുന്നുണ്ട്. അവരെ അകത്തേക്ക് കടത്തിവിടാൻ അവൻ പെർമിഷൻ നൽകുന്നു. അവരെ കാണുന്നതിന് മുമ്പ് ഒന്ന് പ്രിപ്പയർ ആയി ഇരുന്നോളാൻ ഷിയേഷി പറഞ്ഞപ്പോൾ മുന്നിൽ വരുന്നത് പ്രിൻസസ് ആയിരിക്കുമെന്ന് യാൻഷിങ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രിൻസസും അവളുടെ തോഴിയും കൂടിയായിരുന്നു ഈ ഡോക്ടേഴ്സിൻ്റെ പോലെ വേഷം ധരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. യുദ്ധം കാരണം ഒരുപാട് സൈനികർക്കൊക്കെ പരിക്ക് പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ പ്രതിനിധിയായി കൊട്ടാരം വൈദ്യനായിട്ടാണ് താനിവിടെ എത്തിയിരിക്കുന്നതെന്ന് പ്രിൻസസ് അവനോട് പറയുന്നു. യാൻഷിങ് പക്ഷേ അത് വിശ്വസിക്കുന്നില്ല. അവൾ കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും കണ്ണു വെട്ടിച്ച് ചാടിപ്പോകുന്നതായിരിക്കുമെന്ന് അവനറിയാം. ഇത് കുട്ടികളെ നടത്താനുള്ള സ്ഥലമല്ല, യുദ്ധഭൂമിയാണ്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. എന്തായാലും എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ. ഒന്നാമത് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ സഹായത്തിനായി ബിഗ് ബച്ചർ സ്ക്വാഡും ഉണ്ടായിരുന്നുവെന്ന് പ്രിൻസസ് പറയുന്നു. യാൻഷിങ്ങിൻ്റെ സൈന്യത്തിന് ഫുഡൊക്കെ ആയിട്ട് വന്നത് ഷാങ്യവും അവളുടെ കുറച്ച് ആൾക്കാരുമായിരുന്നു. ഇവരാണ് വഴിയിൽ വെച്ച് ഷിയയുടെ സൈനികർ ആക്രമിച്ചത്. അങ്ങനെ ഇവിടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേർ കൊല്ലപ്പെട്ടിരുന്നു. മലമുകളിലേക്ക് ഇവർ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷിയയുടെ സൈനികർ ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്തത്. ഭാഗ്യത്തിന് അപ്പോഴേക്കും യാൻഷിങ്ങിൻ്റെ സൈനികരും അവിടെ എത്തി തിരിച്ച് ഷൂട്ട് ചെയ്യുന്നതിനാൽ ഇവർ കുറച്ച് പേർ രക്ഷപ്പെടുകയായിരുന്നു. പിന്നെ ഇവർക്കൊപ്പം തന്നെയാണ് പ്രിൻസസും സെർവൻറ്റും കൂടി മലമുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ആക്രമണം നടന്ന സമയത്ത് ഷാങ്യോ പ്രിൻസസിനെ ഹെൽപ്പ് ചെയ്ത് മലമുകളിലേക്ക് വലിച്ചെറിഞ്ഞാണ് രക്ഷപ്പെടുത്തിയത്. ശക്തമായി ചെന്ന് വീഴുന്നുണ്ടെങ്കിലും പ്രിൻസസിന് പരിക്കൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടത്. ഇവിടുത്തെ സൈനികർ സമയത്ത് കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ആരെയും ജീവനോടെ ബാക്കി കിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് യാൻഷിങ് ഇതറിഞ്ഞപ്പോൾ അവളെ വഴക്ക് പറയുന്നു. അവൻ പറയുന്നത് സത്യമാണെന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് അവൾ സോറി പറയുന്നുണ്ട്. വേണമെങ്കിൽ തന്നെ ശിക്ഷിച്ചോളാനും പറയുന്നു. അപ്പോഴാണ് സുൻ അങ്ങോട്ടേക്ക് വരാനായിട്ട് അവൻ്റെ അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നുണ്ട് എന്ന് ചിയവു വന്ന് പറയുന്നത്. സുന്നിൻ്റെ കാര്യം കേട്ടപ്പോൾ പ്രിൻസസ് താല്പര്യത്തോടെ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അവനെ കാണാൻ വേണ്ടിയിട്ടാണോ അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് യാൻഷിങ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. അതിനു വേണ്ടിയിട്ടൊന്നും അല്ല, ഞാനിവിടെയുള്ള സൈനികർക്ക് ഒരു സഹായമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളുടെയൊക്കെ സേഫ്റ്റി എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നൊക്കെ അവൾ പറയുന്നു. എങ്കിൽ പിന്നെ അവൾക്ക് ഒരു പ്രത്യേകം ടെൻറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് യാൻഷിങ് ഓർഡർ നൽകുന്നുണ്ട്. അവനത് ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നതെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവളും കുറച്ച് ദേഷ്യത്തിലാണ് അവിടെ നിന്ന് തിരികെ പോയത്. ഈ സോൾജേഴ്സിൻ്റെ ക്യാമ്പിൽ ഇവൾ പ്രിൻസസ് ആണ് എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് സോൾജേഴ്സൊക്കെ അവളോട് മര്യാദയില്ലാതെ പെരുമാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതെ ശ്രദ്ധിക്കണമെന്ന് യാൻഷിങ് ഷിയേഷിക്ക് ഓർഡർ നൽകുന്നു. പ്രിൻസസ് ആയതുകൊണ്ട് അവളുടെ സേഫ്റ്റിയെക്കുറിച്ച് ഓർത്താണ് അവൻ ടെൻഷൻ. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ബിഗ് ബച്ചർ സ്ക്വാഡിനെ കുറിച്ച് പിന്നെയും കേട്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നത്. അപ്പോഴും ഷാങ്യോ ആണെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഷാങ്യോയ്ക്ക് കുറച്ച് ഫുഡ് എത്തിച്ചു കൊടുത്തതുകൊണ്ട് അടുത്ത ദിവസം അവിടുത്തെ സൈനികർക്ക് കുറച്ച് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട്. അവളും സംഘവും ഇപ്പോൾ ഈ ക്യാമ്പിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന മുന്നിൽ കാണുന്ന സൈനികരോടെല്ലാം ഓടി നടന്ന് യാൻഷിങ്ങിനെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ പേരിലൊരാളെ അവർക്ക് ആർക്കും അറിയില്ല. പിന്നെ ഇതൊരു വലിയ മിലിറ്ററി ക്യാമ്പാണ്. അതുകൊണ്ട് എല്ലാവരെയും നേരിട്ട് കണ്ട് ഇവൾക്ക് ചോദിക്കാനൊന്നും പറ്റില്ല. പിന്നെ കാണുന്നവരോടൊക്കെ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാവുവും ഇവളുടെ സഹായത്തിനായി കൂടെയുണ്ട്. ബാവുവും അവൻ്റെ ടീമംഗങ്ങളും ഒക്കെ ഇപ്പോൾ ആർമിയിൽ ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കും യൂണിഫോം ഒക്കെ ഉണ്ട്. ഷാങ്യോ യാൻഷിങ്ങിൻ്റെ രൂപമൊക്കെ പറഞ്ഞു കൊടുത്തും പലരോട് അവനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു വിവരവും കിട്ടാതെ ആയപ്പോൾ ഇതൊരു വലിയ ആർമി ക്യാമ്പല്ലേ, ഇവിടെ ആയിരക്കണക്കിന് സൈനികരുണ്ട്. ഇതിനിടയിൽ നിന്ന് യാൻഷിങ്ങിനെ എല്ലാവരും എങ്ങനെ കാണാനാണ്? പിന്നെ യാൻഷിങ് ഒരു സാധാരണ ഫൈറ്റർ അല്ലേ, അവന് ചിലപ്പോൾ യുദ്ധഭൂമിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാവ അവളെ നിരാശപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. രാത്രി വരെ അന്വേഷിച്ചിട്ടും അവൾക്ക് അവനെപ്പറ്റി വിവരമൊന്നും കിട്ടുന്നില്ല. അങ്ങനെ രാത്രി അവർക്ക് കിട്ടിയ ടെൻറ്റിന് മുന്നിൽ അവളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ബാക്കി 4 പേരും അവൾക്ക് ചുറ്റുമുണ്ട്. അവളുടെ വിഷമം കണ്ടപ്പോൾ നീ ഇപ്പോഴും അവനെപ്പറ്റി ചിന്തിച്ചിരിക്കുകയാണോ എന്ന് ബാബു ചോദിക്കുന്നു. അവനെപ്പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ലല്ലോ. ഇനി അവൻ യുദ്ധത്തിലെങ്ങനെ മരിച്ചു കാണുമോ എന്ന് അവൾ പറയുന്നുണ്ട്. അടുത്ത സെക്കൻഡിൽ തന്നെ താനങ്ങനെ പറഞ്ഞു പോയതിന് അവൾ സ്വന്തം നാക്കിനെ ശപിക്കുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് അടുത്ത ടെൻറ്റിലുണ്ടായിരുന്ന പട്ടാളക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ, ബഹളം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാന്ന് പറഞ്ഞ് മാനുവും ബാന്തിയും ഒക്കെ അവനോട് റേസ് ആവുന്നു. ഷാങ്ങി പിന്നെ അവരെ അവിടെ പിടിച്ച് അടക്കിയിരുത്തുന്നുണ്ട്. അവളുടെ വിഷമം കണ്ടിട്ട് നിന്റെ ഹസ്ബൻഡ് മാർഷ്യൽ ആർട്സിൽ അത്ര മോശമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് നീ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അങ്കിൾ സാഹുവൊക്കെ ഞങ്ങൾക്കെതിരായി ഫൈറ്റ് ചെയ്തെങ്കിലും അവരുടെ മെടുക്കൊണ്ടല്ല അന്ന് ജയിച്ചതെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ആലോചിച്ചപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന നിന്റെ ഹസ്ബൻഡ് ആയിരിക്കണം അവരെ സഹായിച്ചതെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എന്തായാലും അവന് കുഴപ്പമൊന്നും വരാൻ സാധ്യതയില്ല, അവൻ എവിടെയെങ്കിലും സേഫായിട്ട് തന്നെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ബാബു അവളെ സമാധാനിപ്പിക്കുന്നു. ഇവർ അവൻ്റെ പേര് വിളിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഷാങ്കുവിന് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെന്താണ് അവൻ്റെ പേര് വിളിക്കുന്നത്? എന്നെ നിങ്ങൾ ചേച്ചി എന്നല്ലേ വിളിക്കുന്നത്, അതുകൊണ്ട് അവനെ ബ്രദറിനല്ലോ എന്ന് വിളിച്ചാൽ മതിയെന്ന് അവൾ പറയുന്നു. ബാക്കി 3 പേരും അത് സന്തോഷത്തോടെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ബാബു മാത്രം അതിന് തയ്യാറാവുന്നില്ല. അവളെ ചേച്ചി എന്ന് താൻ വിളിക്കില്ല എന്ന് അവൻ പറയുന്നു. അവൻ്റെ ഒരു രീതിയൊക്കെ കണ്ടിട്ട് അവനവളെ പെങ്ങളായിട്ട് കാണാൻ തയ്യാറല്ല. പക്ഷെ ബാക്കി 3 പേരും അത് കാര്യമാക്കാതെ നീ ഇപ്പോൾ പിന്നെ ചേച്ചിന്ന് വിളിച്ചതോ, ഇങ്ങനെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഹളം കേട്ട് നേരത്തെ പുറത്തേക്ക് ഇറങ്ങി വന്ന അപ്പുറത്തെ ടെൻറ്റിലെ സോൾജിയർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇവരെ വഴക്ക് പറയുന്നു.
നിന്നെ ഇന്ന് ഞങ്ങൾ ഉറക്കാടാന്ന് പറഞ്ഞ് ഇവർ 4 പേരും കൂടി അവൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് അവരൊക്കെ തിരികെ വന്ന് ടെൻറ്റിനുള്ളിൽ കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷേ ഷാങ്യു മാത്രം അപ്പോഴും ഉറങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. അവൾക്ക് യാൻഷിങ്ങിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് യാൻഷിൻ കുറച്ച് സൈനികർക്കൊപ്പം ക്യാമ്പൊക്കെ ചുറ്റി നടന്ന് വാച്ച് ചെയ്യുന്നതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ ഇവളുടെ ടെൻറ്റിനടുത്ത് വന്നപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികർ അവനിങ്ങനെ കൂടെ വരണമെന്നില്ല, തങ്ങൾ പോയി ചുറ്റും നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ അവിടെ ഇരുത്തിയിട്ട് പോകുന്നുണ്ട്. ഷാങ്യു യാൻഷിങ്ങിൻ്റെ റിബണൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെക്കുറിച്ച് ചിന്തിച്ച് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവനെ പോലെ തോന്നിക്കുന്ന രൂപത്തിൽ ഒരാൾ പുറത്തിരിക്കുന്നത് കാണുന്നുണ്ട്. ശരിക്കും യാൻഷിങ് അവിടെ ഇരുന്ന് അവൾ കൊടുത്ത ഓറഞ്ച് ക്യാൻഡി കഴിക്കുകയായിരുന്നു. അവൾ അവൻ്റെ നിഴൽ കാണുന്നത് പോലെ അവനും പുറത്തിരുന്നുകൊണ്ട് ഇവളുടെ നിഴൽ കാണുന്നു. അത് കണ്ടപ്പോൾ അവനും ഷാങ്യുവിനെ പോലെ തോന്നുന്നുണ്ട്. ഷാങ്യു ടെൻറ്റിൻ്റെ കർട്ടൻ തുറന്ന് നോക്കാനായിട്ട് കൈ ഉയർത്തുന്നുണ്ട്, അതേപോലെ അവനും കൈ ഉയർത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന വിളക്ക് രണ്ടും കാറ്റടിച്ച് അണയുന്നു. അങ്ങനെ ഇരുട്ടാവുന്നതിനാൽ പിന്നെ രണ്ടുപേരും പിന്മാറുന്നുണ്ട്. അങ്ങനെ അവരുടെ ഈ കൂടിക്കാഴ്ച ജസ്റ്റ് മിസ്സാവുന്നു. അടുത്ത ദിവസം രാവിലെ പ്രിൻസസ് ആ ക്യാമ്പിലുള്ള മുറിവേറ്റ സോൾജിയേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ തയ്യാറായി ശിയേഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവിടുത്തെ മുറിവ് പറ്റിയ സൈനികരുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇത് അവൾക്ക് പറ്റിയ സ്ഥലമല്ല, കൊട്ടാരത്തിലെ പോലെ അല്ല. അതുകൊണ്ട് അവൾ തിരികെ അവളുടെ ടെൻറ്റിനുള്ളിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലതെന്ന് ശിയേഷി ഉപദേശിക്കുന്നു. പക്ഷേ പ്രിൻസസ് അതിന് സമ്മതിക്കുന്നില്ല. ഇത്രയും സൈനികരൊക്കെ ഇവിടെ പരിക്കേറ്റിരിക്കുകയാണല്ലോ, അപ്പോൾ ഒരാളുടെ കൂടി സഹായം അവർക്ക് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് അവൾ നിർബന്ധം പിടിക്കുന്നതിനാൽ ശിയേഷി അവളെ ആ മുറിവേറ്റ സൈനികരൊക്കെ ഉള്ള റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെന്ന് അവരെയൊക്കെ കണ്ടീഷൻ കണ്ടപ്പോൾ പ്രിൻസസിന് ശരിക്കും വിഷമമാവുന്നുണ്ട്. അവൾ ശരിക്കും അവരെ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് വേണ്ടത്, അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാം കൂടി ഇവളെ പരിഹസിക്കാൻ തുടങ്ങുന്നു. അതിന് കാരണം ഇവൾ പറയുന്നത് കൊട്ടാരത്തിലെ അനുഭവം വെച്ചിട്ട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള വില കൂടിയ മരുന്നുകളെ പറ്റിയൊക്കെയാണ്. ഇവിടെ സൈനികർക്ക് സാധാരണയായിട്ട് ലഭിക്കുന്ന മരുന്നുകൾ പോലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലഭ്യമല്ല. പിന്നെ എങ്ങനെ വില കൂടിയ മരുന്നുകളും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസും ഒക്കെ അവർക്ക് കിട്ടാനാണ്. അതുകൊണ്ടാണ് ഇവളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവർ ഇവളെ കളിയാക്കി പറയുന്നത്. ആ ക്യാമ്പിലെ മരുന്നുകളുടെ ലഭ്യതയെക്കുറിച്ചൊക്കെ പ്രിൻസസിന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നതേ ഉള്ളൂ. എന്തായാലും തൽക്കാലം അവൾ അവരെ ഒന്നും ട്രീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് തിരികെ പോകുന്നു. അതൊരു കൊട്ടാരം വൈദ്യനല്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടി ബഹുമാനത്തോടെ അവളോട് പെരുമാറിക്കൂടെ എന്നൊക്കെ പ്രിൻസസ് പോയി കഴിഞ്ഞപ്പോൾ ശിയേഷി അവിടെ ഉണ്ടായിരുന്ന സൈനികരോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ യുദ്ധഭൂമിയിൽ വെച്ച് മരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാർക്ക് പെൻഷനെങ്കിലും കിട്ടും. ഇവിടെ ഈ വൈദ്യൻ്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ അത് വലിയ കഷ്ടമായി പോവില്ലേ എന്നാണ് അവർ തിരിച്ച് ചോദിക്കുന്നത്. അവർ പറയുന്നത് കാര്യമായതുകൊണ്ട് ശിയേഷി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. ഷാങ്യു അന്നും യാൻഷിങ്ങിനെ അന്വേഷിച്ച് മുറിവേറ്റ സൈനികരുടെ ഇടയിലൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഓരോ റൂമിലെത്തിയപ്പോൾ കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിയ കുറേ സൈനികരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ എന്തായാലും നിന്റെ ഭർത്താവിന് ഇത്രയധികം പരിക്കുകൾ പറ്റാൻ സാധ്യതയില്ല, അവന് മാർഷൽ ആർട്സ് നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് അവൻ ഇവിടെ കാണാൻ സാധ്യതയില്ല എന്നൊക്കെ ബാബു അവളോട് പറയുന്നുണ്ട്. ഇനി ചിലപ്പോൾ ഇവരെക്കാൾ കൂടുതൽ പരിക്കൊക്കെ പറ്റി യുദ്ധഭൂമിയിലെങ്ങാനും കിടക്കുകയായിരിക്കുമോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ തിരികെ വന്നാൽ ഞാൻ അവനെ നോക്കിക്കോളാം. ഇതിനേക്കാൾ മോശം അവസ്ഥയിലാണ് ഞാൻ അവനെ ആദ്യം കണ്ടുമുട്ടുന്നത്, എന്നിട്ട് ഞാൻ അവനെ ചികിത്സിച്ച് ശരിയാക്കിയില്ലേ, അതുപോലെ ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം എന്നൊക്കെ ഷാങ്യു പറയുന്നു. ഇങ്ങനെ അവൾ അവിടെ തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് തീരെ പ്രതീക്ഷിക്കാതെ സുന്നിനെ അവൾ അവിടെ വെച്ച് കാണുന്നത്. അവളെ കണ്ട് അവനും ആകശോക്കായി അടുത്തേക്ക് നിന്ന് അവൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നു. പിന്നെയാണ് ബിഗ് ബച്ചർ സ്ക്വാഡ് അവളുടെ ടീമാണെന്ന് അവന് മനസ്സിലാവുന്നത്. ഷാങ്ങിങ്ങിനെ അന്വേഷിച്ചാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ചോദിച്ചപ്പോഴാണ് ഷാങ്ങിങ് അവിടെ ഉണ്ട് എന്ന് ഷാങ്യു അറിയുന്നത്. അങ്ങനെ സുൻ തന്നെ അവളെ ഷാങ്ങിങ്ങിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഒരു കുഴപ്പവുമില്ലാതെ സേഫായിട്ട് ഷാങ്ങിങ്ങിനെ കണ്ടപ്പോൾ അവൾക്ക് ആശ്വാസമാവുന്നു. അവളെ കണ്ടുകൊണ്ട് ഷാങ്ങിങ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. ഷാങ്ങിങ് കരഞ്ഞുകൊണ്ട് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ വന്ന് എല്ലാവരെയും കൊന്ന ആ വില്ലനാണ് എന്നെ പിടിച്ചുകൊണ്ട് പോയത്. അയാളുടെ ചേട്ടനാണ് ആ വെളുത്ത മുടിയുള്ള വില്ലൻ. അയാൾ ബാവറയും അവൻ്റെ അമ്മയും തട്ടിക്കൊണ്ടുപോയി. ബ്രദറിലാണ് ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഷാങ്ങിങ് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നു. അങ്ങനെ യാൻഷിങ് അവിടെ ഉണ്ട് എന്നും അവന് പരിക്ക് പറ്റിയെന്നും ഷാങ്യു അറിയുന്നു. യാൻഷിങ്ങിനെ എവിടെ വെച്ചാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത് എന്നൊക്കെ ഷാങ്യു ആകാംക്ഷയോടെ അവളോട് ചോദിക്കുന്നുണ്ട്. ഇത്രയായപ്പോൾ സുൻ ഇടപെടുന്നു. യാൻഷിങ് അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കില്ല, അവന് സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ നല്ല ശേഷിയുണ്ട് എന്നൊക്കെ സുൻ പറഞ്ഞപ്പോൾ യാൻഷിങ് എവിടെയാണെന്ന് അവനറിയാമോ എന്ന് ഷാങ്യു ചോദിക്കുന്നു. യാൻഷിങ് ശരിക്കും അതേ ക്യാമ്പിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷേ സുൻ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് പുറത്ത് ഒരു സൈറൺ മുഴങ്ങി ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ പരിക്കേറ്റ കുറേ സൈനികരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് കാണുന്നത്. ഇത്രയധികം പേർക്ക് എങ്ങനെ പരിക്കേറ്റുമെന്ന് സുൻ ഒരാളോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇവർ മാർക്കിസിൻ്റെ കൂടെ ചെറിയൊരു സ്കൗട്ടിങ്ങിന് പുറത്ത് പോയതായിരുന്നു. അപ്പോഴാണ് ശത്രുക്കളുടെ ചെറിയൊരു ടീം ഇവരെ അറ്റാക്ക് ചെയ്തത്. അവരിൽ പകുതി പേരെ ഞങ്ങൾ കൊന്നു, പക്ഷേ ഇവിടെയും ഒരുപാട് പരിക്കേറ്റിട്ടുണ്ട് എന്നൊക്കെ അയാൾ അറിയിക്കുന്നു. ഇവനെ കൗൺസിലർ എന്ന് വിളിച്ചായിരുന്നു അയാൾ സംസാരിച്ചത്. അവൻ ആർമിയുടെ കൗൺസിലർ ആണോ എന്ന് അങ്ങനെ ഷാങ്യു അവനോട് ചോദിക്കുന്നു. സുൻ തൻ്റെ ഐഡൻറ്റിറ്റി നേരായ രീതിയിൽ തന്നെ അവളോട് പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അവൻ പോകാൻ തുടങ്ങിയപ്പോൾ മുമ്പ് യാൻഷിങ്ങിന് വേണ്ടി ഒരുപാട് മരുന്നുണ്ടാക്കി കൊടുക്കുകയും മറ്റും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
നോക്കാൻ തനിക്കും അറിയാം, പറ്റാവുന്ന സഹായം ചെയ്യാൻ താനും തയ്യാറാണ് എന്ന് ഷാങ്യു അവനോട് പറയുന്നു. സിറ്റുവേഷൻ അനുസരിച്ച് നോക്കിയും കണ്ടും വേണ്ടതുപോലെയൊക്കെ ചെയ്തോളാൻ അവൾക്ക് അനുവാദം നൽകിയിട്ട് സുൻ വേഗം പോകുന്നുണ്ട്. യാൻഷിങ് ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയാമോ എന്ന് ഷാങ്യുവിനോട് ചോദിച്ചെങ്കിലും അവൾക്ക് അതറിയാമായിരുന്നില്ല. ഇപ്പോൾ മുറിവേറ്റ് വന്ന സൈനികർക്കൊപ്പം യാൻഷിങ്ങും പോയിട്ടുണ്ടായിരുന്നല്ലോ. അവന് ഇപ്പോൾ പുതിയ മുറിവൊന്നും പറ്റിയിട്ടില്ലെങ്കിലും മുമ്പ് സുയാൻഷിങ് ഉണ്ടാക്കിയ അവൻ്റെ ആ മുറിവ് ഇപ്പോൾ കുറച്ചുകൂടി ഓപ്പൺ ആയിരിക്കുകയാണ്. പെയിൻ കില്ലർ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്ന് ഷിയേഷി പറയുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട, ബാക്കിയുള്ള സൈനികർക്ക് കൊടുക്കാനാണ് യാൻഷിങ് പറയുന്നത്. കാരണം ഇപ്പോൾ ഇവരിങ്ങനെ ശത്രു സൈന്യത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഇവരുടെ കയ്യിലൊക്കെ മെഡിസിൻ വളരെ കുറവാണ്. എന്നേക്കാൾ കൂടുതലായിട്ട് ഈ പെയിൻ കില്ലറൊക്കെ ആവശ്യമുള്ള ഒരുപാട് പേർ ഇവിടെ ഉണ്ട്, അവർക്ക് കൊടുത്തോളാനാണ് യാൻഷിങ് പറയുന്നത്. അതുപോലെ തന്നെ മുറിവേറ്റ സൈനികർക്ക് കിടക്കാൻ സ്ഥലമില്ലാത്തൊരു കണ്ടീഷനാണല്ലോ. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ പരിക്ക് പറ്റിയ കുറച്ച് പേരെ തൻ്റെ ഈ ടെൻറ്റിനുള്ളിലേക്ക് കൊണ്ടുവന്നാളാനും അവൻ പറയുന്നു. പക്ഷേ അവന് ആർമിയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനും അതിനെ പറ്റി പ്ലാൻ ചെയ്യുന്നതിനുമൊക്കെ അത് ബുദ്ധിമുട്ടാവില്ല എന്ന് ഷിയേഷി ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല എന്ന് യാൻഷിങ് പറയുന്നു. പിന്നെ അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഷിയെ ഇങ്ങനെ ചെറിയ ചെറിയ സംഘത്തെ അയച്ച് ആക്രമണം നടത്തിക്കുന്നത്. യാൻഷിങ്ങിനെ കുറച്ച് ദിവസമായിട്ട് പുറത്തേക്ക് കാണാത്തതുകൊണ്ട് അവന് കാര്യമായ രീതിയിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്ന് ഷിയയ്ക്ക് സംശയമുണ്ടായിരുന്നു. അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അയാളിപ്പോൾ ഇങ്ങനെ ഒരു സംഘത്തെ അയച്ചതെന്ന് യാൻഷിങ് പറയുന്നുണ്ട്. സുൻ പെർമിഷൻ നൽകിയതുകൊണ്ട് ഷാങ്യു മരുന്നുണ്ടാക്കാനായി ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാങ്യയും അവളുടെ അടുത്ത് തന്നെയുണ്ട്. ഷിയാനെയും ബാവറയും കണ്ട സമയത്തെ കാര്യങ്ങളൊക്കെ ഷാങ്യു അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്രിൻസസ് അങ്ങോട്ടേക്ക് വരുന്നത്. പ്രിൻസസും നമ്മുടെ മാസ്റ്റർ തവോയെ പോലെ റോയൽ ലാംഗ്വേജിലാണല്ലോ സംസാരിക്കുന്നത്. ഷാങ്യുവിന് അതിലെ പല വാക്കുകളുടെയും അർത്ഥം മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് പ്രിൻസസിൻ്റെ പേര് പറഞ്ഞത് അവൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. വേറൊരു പേരാണ് ഷാങ്യു പഠിച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കുള്ള ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പ്രിൻസസ് അത് തിരുത്താൻ നിൽക്കുന്നതുമില്ല. ഷാങ്യയും പ്രിൻസസിൻ്റെ അടുത്തേക്ക് എന്ന് അവളെ പരിചയപ്പെടുന്നുണ്ട്. ഈ യുദ്ധഭൂമിയിലേക്ക് ഈ കൊച്ചുകുട്ടിയെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് പ്രിൻസസ് അവളോട് ചോദിക്കുന്നു. എന്നെ എൻ്റെ ബ്രദറിനെ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നതാണ് എന്ന് ഷാങ്യൻ പറയുന്നു. അങ്ങനെയാണ് ഷാങ്യുവിൻ്റെ ഹസ്ബൻഡ് യാൻഷിങ് ഈ ആർമി ക്യാമ്പിലുണ്ട് എന്നും അവനെ അന്വേഷിച്ചാണ് ഇത്ര റിസ്ക് എടുത്ത് ഷാങ്യു ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പ്രിൻസസ് അറിയുന്നത്. എൻ്റെ ബ്രദറിനെ ഭയങ്കര മിടുക്കനാണ്, പാവകളിക്കകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ജനറലിനേക്കാളിലും ഒക്കെ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞ ഷാങ്യയും യാൻഷിങ്ങിനെ കുറിച്ച് പുകഴ്ത്തി പ്രിൻസസിനോട് പറയുന്നുണ്ട്. നിന്റെ ബ്രദറിനുള്ള മാർക്കിസ് ഓഫ് മുവാനേക്കാളിലും മിടുക്കനാണോ എന്ന് പ്രിൻസസ് ചോദിച്ചപ്പോൾ ആണെന്ന് തന്നെ ഷാങ്യൻ പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഈ മാർക്കിസാണ് അവളുടെ ഹസ്ബൻഡ് എന്ന് പ്രിൻസസും അറിയുന്നില്ല. യാൻഷിങ് പറഞ്ഞതനുസരിച്ച് അവൻ്റെ മുറിയിലേക്ക് ചെറിയ രീതിയിലൊക്കെ പരിക്ക് പറ്റിയ കുറച്ച് സൈനികരെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. അവൻ്റെ ഐഡൻറ്റിറ്റി അവർക്കൊന്നും അറിയില്ല. ഇവരൊക്കെ സൈന്യത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന സൈനികരാണ്. മുൻനിരയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഈ മാർക്കിസ് ആരാണ് എന്നൊക്കെ ശരിക്കും അറിയുകയുള്ളൂ. അവരോട് തൻ്റെ ഐഡൻറ്റിറ്റിയെ പറ്റി പറയരുത്, പറഞ്ഞാൽ അവർക്കൊക്കെ ഇവിടെ താമസിക്കുന്നതിന് പേടിയായിരിക്കുമെന്ന് യാൻഷിങ് ഷിയേഷിക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. എന്നിട്ട് അവൻ റെസ്റ്റ് എടുക്കാനായി കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് ഷാങ്യു കുറച്ച് മരുന്നൊക്കെ റെഡിയാക്കിയിട്ട് അത് കുറേ സോൾജേഴ്സിന് നൽകാനായിട്ട് അതുവഴി വരുന്നത്. അവൾ ഈ ടെൻറ്റിന് മുന്നിലെത്തിയപ്പോൾ ശക്തമായിട്ടുള്ള ഒരു കാറ്റടിച്ച് അവളുടെ തലയിൽ കെട്ടിയിരുന്ന റിബൺ അഴിഞ്ഞ് ഇവൻ്റെ ടെൻറ്റിനുള്ളിലേക്ക് പറന്നു പോകുന്നു. ജനാലയ്ക്കൽ അത് തങ്ങിക്കിടക്കുന്നത് കണ്ട് ഷാങ്യു അതെടുക്കാനായി അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അത് അകത്തേക്ക് വീഴുന്നുണ്ട്. ജനാലയിലൂടെ നോക്കിയപ്പോൾ അവിടെ കുറേ മുറിവേറ്റ പട്ടാളക്കാർ കിടക്കുന്നത് കണ്ട് അവൾ പുറത്ത് നിൽപ്പുണ്ടായിരുന്ന ഒരാളോട് നിന്ന് ആരാണ് അവിടെ ഉള്ളതെന്ന് അന്വേഷിക്കുന്നു. ചെറിയ രീതിയിൽ പരിക്ക് പറ്റിയ സോൾജേഴ്സ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള മരുന്നാണ് തനി കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ് ഷാങ്യു അതിനുള്ളിലേക്ക് കയറുന്നുണ്ട്. അവളെ കണ്ടപ്പോൾ ഷിയേഷി പെട്ടെന്ന് അവൾ തന്നെ കാണാതെ തിരിഞ്ഞു നിൽക്കുന്നു. ഷാങ്യു മരുന്ന് കൊണ്ടുവന്നിരുന്ന 2-3 പേർ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് മരുന്ന് കൊടുത്തിട്ട് അവൾ തൻ്റെ റിബൺ എടുക്കാനായി അത് കുരുങ്ങി കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് അവിടെ കിടപ്പുണ്ടായിരുന്ന യാൻഷിങ്ങിനെ അവൾ ശ്രദ്ധിക്കുന്നത്. അവൻ തിരിഞ്ഞു കിടക്കുകയായിരുന്നതിനാൽ അവൻ്റെ മുഖം എപ്പോഴും അവൾ കണ്ടിട്ടില്ല. പക്ഷെ അവൻ്റെ പുറത്തെ മുറിവിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അവൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ മുറിവ് ഓപ്പൺ ആയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഫിസിഷ്യനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരാൻ അവൾ അവിടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു. യാൻഷിങ് അപ്പോഴേക്കും അവളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ സംശയം തോന്നി അവൻ എഴുന്നേറ്റിരുന്ന് നോക്കുന്നു. അവളും അപ്പോഴേക്കും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ കാണുന്നു. ഷാങ്യുവിന് ആദ്യം സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എത്ര ദിവസമായിട്ട് അവൾ അവനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ അവൻ്റെ മുന്നിൽ തന്നെ എത്തപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് സുൻ ഷിയവൂനൊപ്പം യാൻഷിങ്ങിനോട് എന്തോ പറയാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും അകത്ത് ഷാങ്യുവിൻ്റെ സംസാരം കേട്ടതും അവൻ ആതുകൾ സഡൻറി കിട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അകത്തെ സംസാരത്തിന് ചെവി ഓർക്കുന്നു. നിന്നെ അന്വേഷിച്ചാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഷാങ്യു ഈ സമയം യാൻഷിങ്ങിനോട് പറയുന്നു. അവൻ്റെ മുറിവ് എങ്ങനെയുണ്ട്, വളരെ ആഴത്തിലുള്ളതാണോ എന്നൊക്കെയും അവൾ കറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല, എല്ലുകൾക്കൊന്നും ക്ഷതം സംഭവിച്ചിട്ടില്ല, കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. ഇനി നിനക്ക് കാര്യമായിട്ട് പരിക്ക് പറ്റിയാലും കുഴപ്പമില്ല, നിന്റെ കയ്യോ കാലോ നഷ്ടപ്പെട്ടാലും എനിക്കതൊരു പ്രശ്നമല്ല. ഈ ആർമിയിലെ സേവനം മതിയാക്കിയിട്ട് നമുക്ക് തിരികെ പോവാം. വന്നയാളെ കശാപ്പ് ചെയ്ത് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ അവൾ കറിഞ്ഞുകൊണ്ട് അവനോട് പറയുന്നു. യാൻഷിങ് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് സൈനികർ തങ്ങളുടെ അസൂയ പറയുന്നത്. ഇതേപോലെ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി
ഞങ്ങളെ തിരക്കാണ് ഇങ്ങനെ ഇത്രയും ദൂരം വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ പിന്നെ ഈ നിമിഷം അങ്ങ് ചത്തുപോയിരുന്നെങ്കിലും വേണ്ടില്ലായിരുന്നു. അത്രയ്ക്ക് സന്തോഷം തോന്നിയേനെന്ന് ഒരാൾ പറയുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരാൾ പറയുന്നത്, ഇത് ആർമി ക്യാമ്പാണ്, ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാണ്, തല പോകുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് പറഞ്ഞിട്ട് ഇവൻ്റെ തല പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ നിനക്ക് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. സുൻ ഇതൊക്കെ കേട്ട് പുറത്തു നിന്ന് ചിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈനികന് ഇത് കേട്ടപ്പോൾ ഷാങ്യുവിനെ ശിക്ഷിക്കേണ്ട ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം യാൻഷൻ അകത്തുണ്ട്. ഇങ്ങനെ പറയുന്നത് ആർമി റൂളിന് എതിരുമാണ്. അപ്പോൾ അത് കേട്ടിട്ട് താൻ പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ നിന്നാൽ യാൻഷനെ തന്നെ ശിക്ഷിക്കുമോ എന്നാണ് അവൻ്റെ പേടി. അങ്ങനെ അവൻ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സുൻ പെട്ടെന്ന് അവനെ തടയുന്നു. അപ്പോഴേക്കും ഷിയേഷി അവിടെ ഉണ്ടായിരുന്ന സൈനികരെ ഓരോരുത്തരായി പുറത്തേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങിയിരുന്നു. സുനിൻ്റെ അടുത്തേക്ക് മറ്റൊരു സൈനികൻ കൂടി വരുന്നുണ്ടെങ്കിലും അയാളോടും ശബ്ദമുണ്ടാക്കരുതെന്ന് സുൻ പറയുന്നു. അതുപോലെ ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്നവർ ഇവർ അവിടെ നിൽക്കുന്നത് കണ്ട് റെസ്പെക്റ്റ് കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവരോടും ശബ്ദമുണ്ടാക്കരുതെന്ന് ഇവർ പറയുന്നുണ്ട്. ഷാങ്യു ഈ സമയം കരഞ്ഞുകൊണ്ട് യാൻഷിങ്ങിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവനും അവളെ ചേർത്ത് പിടിക്കുന്നു. റൂമിലുള്ള ബാക്കി സോൾജേഴ്സൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ഷിയേഷി മാത്രമാണ് അവിടെ ബാക്കി ഉണ്ടായിരുന്നത്. ഇത് കണ്ടുകൊണ്ട് അവനും പുറത്തേക്ക് ഇറങ്ങുന്നു. വാതിൽകൾ നിൽക്കുന്ന സുന്നിനെ കണ്ടപ്പോൾ അവനും റെസ്പെക്റ്റ് കാണിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവനോട് മിണ്ടരുതെന്ന് സുൻ പറയുന്നു. കെട്ടിപ്പിടിക്കുന്നത് യാൻഷിങ്ങിന് വേദന ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഷാങ്യു പിന്മാറുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ചുറ്റും ശ്രദ്ധിക്കുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഇവരെല്ലാം ഇതെവിടെ പോയി എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സുന്നും ബാക്കി രണ്ടുപേരും അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ഒരാൾ മാത്രം എനിക്ക് അത്യാവശ്യമായിട്ട് മാർക്കിസിനോടൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. സുൻ പക്ഷേ അയാളെ തടയുന്നു. നീ ഇപ്പോൾ അകത്തേക്ക് പോയി ഇത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് സുൻ പറയുന്നു. ഞാനിവിടുത്തെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കൗൺസിലറാണ് എന്ന് മറക്കണ്ട, എൻ്റെ ഉപദേശം കേൾക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ തിരികെ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നതിനിടയിൽ അവൻ സ്റ്റെപ്പിൽ തട്ടിന്ന് വീഴുന്നുണ്ട്. പക്ഷെ അത് കാര്യമാക്കാതെ എഴുന്നേറ്റ് പോകുന്നു. എന്തായാലും അവൻ്റെ ഉപദേശം കാരണം ആ സൈനികനും അകത്തേക്ക് കയറാതെ തൽക്കാലം തിരികെ പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷാങ്യു വിളിപ്പിച്ചതനുസരിച്ച് പ്രിൻസസ് ഈ ടെൻറ്റിലേക്ക് അവളുടെ ഹസ്ബൻഡിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവൾ ശരിക്കും മാർക്കിസിനെ ട്രീറ്റ് ചെയ്യാൻ പോകാൻ ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഇവളുടെ ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചു അവനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആരോ ചെന്ന് പറഞ്ഞത്. ഇവളോടുള്ള കടപ്പാടുകൊണ്ട് പ്രിൻസസ് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഷാങ്യു പ്രിൻസസിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുന്നു. യാൻഷങ്ങാണ് അവളുടെ ഹസ്ബൻഡ് എന്നറിഞ്ഞപ്പോൾ പ്രിൻസസ് ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതാണോ നീ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് നിന്റെ ഭർത്താവെന്ന് അവൾ അമ്പരപ്പോടെ ചോദിക്കുന്നു. അതേപോലെ തന്നെ ഇതാണോ നീ പറഞ്ഞ കൊട്ടാരം വൈദ്യനെന്ന് യാൻഷങ്ങും ഉച്ചത്തോടെ തിരിച്ച് ഷാങ്യുവിനോട് ചോദിക്കുന്നുണ്ട്. നീ എപ്പോഴാണ് കല്യാണം കഴിച്ചത്? ഇങ്ങനൊരു കാര്യം വരുമ്പോൾ ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല എന്നൊക്കെ പ്രിൻസസ് യാൻഷങ്ങിനോട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന് ഷാങ്യു ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നു. ഞങ്ങളുടെ ഇപ്പോൾ പരിചയപ്പെട്ടതേ ഉള്ളൂ എന്ന് പ്രിൻസസ് പറയുന്നുണ്ട്. അവൻ്റെ മുറിവ് ചെക്ക് ചെയ്യാനായിട്ട് ഷാങ്യു പ്രിൻസസിനോട് പറയുന്നുണ്ടെങ്കിലും യാൻഷങ് അത് സമ്മതിക്കുന്നില്ല. അവളെ അത്ര വിശ്വാസം പോരാ. ഷാങ്യു അവൻ്റെ അടുത്തേക്ക് ഇരുന്ന് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് പ്രിൻസസ് അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇവൻ ശരിക്കും നിന്നെ വിവാഹം കഴിച്ചത് തന്നെയാണോ അതോ വല്ല തട്ടിപ്പുമാണോ? ഈ അടുത്തിടെയായിട്ട് വിവാഹ തട്ടിപ്പുകാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ വല്ല തട്ടിപ്പ് നടത്തിയതാണോ എന്നൊക്കെ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, ഇവൻ എന്നോട് കള്ളമൊന്നും പറയില്ല, ഞങ്ങൾ ശരിക്കും വിവാഹം കഴിച്ചതാണ് എന്നൊക്കെ ഷാങ്യു പറയുന്നു. എന്നിട്ട് അവൻ്റെ മുറിവ് പരിശോധിക്കാൻ പറയുന്നുണ്ട്. ഇവൻ്റെ മുറിവ് ഞാൻ കുറച്ച് മുമ്പ് ചെക്ക് ചെയ്തതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആവശ്യത്തിന് മരുന്നും ഉപ്പും ഇറച്ചിയും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവൻ്റെ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കുന്നത്. ഞാൻ ഇവിടെ അടുത്ത് കിട്ടാവുന്ന മരുന്നുകളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ നല്ല മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നോക്കാം എന്നൊക്കെ പ്രിൻസസ് പറയുന്നു. ഇത്രയായപ്പോഴേക്കും യാൻഷിങ് ഷാങ്യുവിനെ അടുത്തേക്ക് പിടിച്ചിരുത്തിയിട്ട് നീ മാർക്കിസിനെ നോക്കാൻ പോകാൻ ഇറങ്ങിയതല്ലേ, പോയി മാർക്കിസിനെ ചെക്ക് ചെയ്യാൻ പ്രിൻസസിനോട് പറയുന്നു. അതോടെ അവനാണ് മാർക്കിസ് എന്നുള്ള കാര്യം ഷാങ്യുവിന് അറിയില്ല എന്ന് പ്രിൻസസിന് മനസ്സിലാവുന്നു. പ്രിൻസസ് കള്ളം പൊളിക്കാനൊന്നും നിൽക്കുന്നില്ല. ഈ ഇണക്കുരുവികളെ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ മാർക്കിസിനെ പോയി ട്രീറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് പ്രിൻസസ് അവിടെ നിന്ന് പോകുന്നുണ്ട്. യാൻഷങ് ഈ സമയത്തൊക്കെ മുഖം കുറിച്ചിരിക്കുകയായിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ നീ ഓക്കെ ആണോ എന്നൊക്കെ ഷാങ്യു അവനോട് വീണ്ടും അന്വേഷിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എന്താണ് അവളെ ഈ പേരിൽ വിളിക്കുന്നതെന്ന് യാൻഷങ് ഇപ്പോൾ അവളോട് ചോദിക്കുന്നു. അവളുടെ പേര് പറഞ്ഞത് തെറ്റായിട്ടാണ് ഷാങ്യു മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ യാൻഷിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവനും അത് തിരുത്താനൊന്നും നിൽക്കുന്നില്ല. പ്രിൻസസ് തിരികെ പോയി മരുന്നുണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തീ വീശി കത്തിക്കുന്നതിന് വേണ്ടി ഒരു വിശറി കൊണ്ടുവരാൻ അവൾ സെർവൻറ്റിനോട് പറഞ്ഞിരുന്നു. സെർവൻറ്റ് എടുത്തുകൊണ്ട് വന്നത് സുന്നിൻ്റെ വിശറിയാണ് എന്ന് അത് കണ്ടപ്പോൾ പ്രിൻസസിന് മനസ്സിലാവുന്നുണ്ട്. തൊട്ട് പുറകെ തന്നെ സുന്നും അവിടെ എത്തുന്നു. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾക്ക് ആളെ മനസ്സിലാവുന്നുണ്ട്. മുഖത്തുണ്ടായിരുന്ന അഴുകൊക്കെ ഒന്ന് തുടച്ചിട്ടാണ് അവൾ അവനെ തിരിഞ്ഞു നോക്കുന്നത്. വേറൊരു വിശറി എടുത്തുകൊണ്ട് വരാനായി അവൾ സെർവൻറ്റിനെ പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്നെ അന്വേഷിച്ചാണോ അവൾ ഈ ആർമി ക്യാമ്പിലേക്ക് വന്നതെന്ന് സുൻ അവളോട് ചോദിക്കുന്നു. അവളുടെ അമ്മ ഇതറിഞ്ഞാൽ ആകെ ടെൻഷനാവുമല്ലോ എന്നൊക്കെ അവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അത്രയ്ക്ക് യോഗ്യതയൊന്നും അവനുള്ളതായിട്ട് തോന്നുന്നില്ല. അവനെ അന്വേഷിച്ചല്ല വന്നത്, ഇവിടെയുള്ള സൈനികരെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ എന്നും ഇങ്ങനെ കൊട്ടാരം മതിലിനുള്ളിൽ കഴിയണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളെപ്പോലെ സ്വതന്ത്രമായി നടക്കാൻ എനിക്കും ആഗ്രഹമില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അപ്പോഴേക്കും അവളുടെ സെർവൻറ്റ് വേറൊരു വിഷറിയുമായിട്ട് വന്നിരുന്നു.
അത് വാങ്ങിയിട്ട് സുനിൻ്റെ വിശ്രയി തിരികെ കൊടുത്തിട്ട് പിന്നെ അവൾ അവനോട് അധികം സംസാരിക്കാതെ അവനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സുൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ പ്രിൻസസ് ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. ശരിക്കും അവൾ ഇവിടെ വന്നിരിക്കുന്നത് അവനെ അന്വേഷിച്ച് തന്നെയാണ്, പിന്നെ അത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം. ഷാങ്യു രാത്രിയായപ്പോൾ യാൻഷിൻ്റെ ദേഹം തുടയ്ക്കുന്നതിനൊക്കെ വെള്ളമായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഷിയവും ഷിയേഷിയും അവനുമായിട്ട് എന്തൊക്കെയോ ആർമിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇവൾ വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് ഇവർ അവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാലും ഷാങ്യു അവരെ കാണുന്നു. അവൾ അവരെ വിളിച്ചു നിർത്തിയിട്ട് നമ്മൾ മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾക്ക് അപകടം സംഭവിച്ച സമയത്ത് ആ മുത്തശ്ശിയുടെ കുടിലിൽ ഇവൾക്ക് കാവൽ നിന്നിരുന്നത് ഇവരായിരുന്നല്ലോ. അങ്ങനെയാണ് ഇവൾ ഇവരെ കണ്ടിട്ടുള്ളത്. പക്ഷെ അവൾക്കതിപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇവരാണെങ്കിൽ അത് പറയുന്നതുമില്ല. ഞങ്ങൾ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷേ അവളെ ഇതുവരെ കണ്ടിട്ടുള്ളതായിട്ട് ഓർക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. ഇവരെൻ്റെ കൂടെ ഉള്ളവരാണ് എന്ന് പറഞ്ഞ് യാൻഷൻ അവരുടെ പേരൊക്കെ പറഞ്ഞ് അവരെ അവൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരും അവൻ പറയുന്നതിനൊത്ത് നിന്ന് എന്നാൽ നീ റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പുറത്ത് കാത്തിരിക്കാടാ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ഷാങ്യു യാൻഷിങ്ങിൻ്റെ മുറിവ് തുടച്ചിട്ട് അവിടെ മരുന്നൊക്കെ പുറ്റി കൊടുക്കുന്നുണ്ട്. അവൻ വേദന കൊണ്ട് ഞരങ്ങുന്നതൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും വിഷമം വരുന്നു. നേരത്തെ തന്നെ ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടതായിരുന്നുവെന്ന് അവൾ ഈ സമയത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ യാൻഷിങ്ങിന് ശരിക്കും വിഷമമാവുന്നു. അവൻ ഈ സമയത്ത് പെട്ടെന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. ഷാങ്യു ഇത് കണ്ട് ശരിക്കും പേടിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവൾ അടുത്തേക്ക് നിന്നപ്പോൾ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണോ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവനെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, എന്നെ വിവാഹം കഴിച്ചതുകൊണ്ടാണല്ലോ നിനക്ക് ഈ ആർമിയിലേക്ക് പോവേണ്ടി വന്നത്. ഞാൻ നേരത്തെ നിന്നെ ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ആർമിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നവരുടെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകുമായിരുന്നില്ല. നിനക്ക് ഇങ്ങനെ ആർമിയിൽ വന്ന് കഷ്ടപ്പെടേണ്ടി വരികയില്ലായിരുന്നു എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നിന്നെ ജീവനോടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായും തിരികെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതല്ല നിന്റെ ഡെഡ് ബോഡിയാണ് എനിക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ അതാണെങ്കിലും ഞാൻ തിരികെ കൊണ്ടുപോയേനെ എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. യാൻഷിങ് പെട്ടെന്ന് അവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവർ തമ്മിൽ പിരിഞ്ഞ ദിവസം അവളെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ കിസ് ചെയ്തതിന് അവൻ സോറി പറയുന്നു. അപ്പോൾ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്കറിയാമല്ലേ എന്ന് ഷാങ്യുവിനോട് ചോദിക്കുന്നു. പിന്നെ ഞാനതൊക്കെ എന്നെ മറന്നു കഴിഞ്ഞു, നിന്നോട് ഞാൻ എപ്പോഴും ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവൻ്റെ ജൂഹെങ് എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് സുൻ അങ്ങോട്ടേക്ക് കയറി വരുന്നു. അകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് സുൻ അവൾ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. ജൂഹെങ് എന്ന പേരുള്ള വേറെ ആരെയോ അന്വേഷിച്ച് വന്നതാണ് എന്നുള്ള രീതിയിൽ സുൻ പ്ലേറ്റ് തിരിക്കുന്നു. എന്നിട്ട് അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ ചൂട് പോയി, അതുകൊണ്ട് ഞാൻ വെള്ളം മാറ്റിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഷാങ്യു പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും ഈ ക്യാമ്പിലേക്ക് ഇറച്ചി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രമിക്കാമെന്ന് യാൻഷിങ്ങിനോട് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. എന്തായാലും നിനക്ക് ഈ സമയത്ത് പരിക്ക് പറ്റിയത് നന്നായി. ഷാങ്യു എത്ര കാര്യമായിട്ട് കരഞ്ഞതെന്നൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സുൻ ഈ സമയം യാൻഷിങ്ങിൻ്റെ അടുത്ത് നിന്ന് ഇരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അടുത്തിരിക്കുന്നത് അവന് ഇഷ്ടമല്ല. അങ്ങനെ അവൻ നോക്കിയപ്പോഴേക്കും സുൻ പിന്നെ മാറി മുന്നിലുണ്ടായിരുന്ന ഒരു ചെയറിലിരിക്കുന്നു. ഷാങ്ങി ഇവൻ്റെ മകളാണ് എന്ന് കരുതിയാണല്ലോ സുയാൻ സിംഗ് അവളെ തട്ടിക്കൊണ്ടുപോയി ഇവനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചത്. ഇതേപോലെ ഷാങ്ങിയും ഇവൻ്റെ റിലേറ്റീവ് ആണ് എന്നുള്ള കാര്യം പ്രൈം മിനിസ്റ്റർ വെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അയാളും ഇതേ തന്ത്രം പ്രയോഗിക്കാൻ സാധ്യതയില്ലേ? അത് അവരുടെ സേഫ്റ്റിക്ക് അപകടമാവില്ലേ എന്നാണ് സുൻ അവനോട് ചോദിക്കുന്നത്. യാൻസിങ്ങിനും അതേ പേടിയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സംഭവങ്ങളെല്ലാം പുറത്തു പോവാതെ വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കണമെന്ന് അവൻ പറയുന്നു. എന്തായാലും യാൻസിങ്ങിൻ്റെ സൈനികരാരും അവിടെ നടക്കുന്നതിനെ പറ്റി പുറത്തു വിടില്ല. പിന്നെ അല്ലാതെയുള്ള ചെറിയ സോൾജേഴ്സിനൊന്നും ഇവൻ്റെ ഐഡൻറ്റിറ്റിയോട്ട് അറിയുകയുമില്ല. പക്ഷെ ഷാങ്യോ അവളുടെ ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് താൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെൻറ്റിൽ താമസിക്കുന്നതായിരിക്കും നല്ലതെന്ന് യാൻഷിങ് പറയുന്നു. ശരിക്കും അവൻ്റെ ഐഡൻറ്റിറ്റി സീക്രട്ടായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഷാങ്യുമായിട്ട് കുറച്ചുകൂടി അടുക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ച് സുൻ അവനെ കളിയാക്കുന്നുണ്ട്. അവൻ എന്നാണ് ഷാങ്യുവിനോട് സത്യം പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും സുൻ ചോദിക്കുന്നു. പറ്റിയ സമയം വരുമ്പോൾ ഞാൻ തന്നെ അവളോടെല്ലാം പറഞ്ഞോളാമെന്ന് യാൻഷിങ് പറഞ്ഞപ്പോൾ അവൾ ഇത്ര കഷ്ടപ്പെട്ട് അവളുടെ ഹസ്ബൻഡിനെ തിരക്കി ഈ യുദ്ധഭൂമി വരെ വരണമെങ്കിൽ അവൾക്ക് സത്യം അറിയാനുള്ള അർഹതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളോട് പറയാൻ നോക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് സുൻ അവിടെ നിന്ന് പോകുന്നു. അവൻ പറയുന്നത് സത്യമാണെന്ന് യാൻഷിങ്ങിനും അറിയാം. അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.